ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു BS6 സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. ഞാൻ കൂടുതൽ വണ്ടി കാണിച്ചിട്ടുണ്ടാവുക BS6 പിന്നെ ES-ഉം KS ഒക്കെയാണ്. ആ സെയിം സ്റ്റാൻഡേർഡിൻ്റെ ലൈനിങ്ങിൽ റെട്രോ സ്റ്റൈലിൽ വന്നിടുന്ന വണ്ടിയാണ്. ഫസ്റ്റ് ടൈം വന്നിരുന്ന വണ്ടിയാണ് സ്റ്റാൻഡേർഡ് വരുന്നത്. നോക്കുക, കറക്റ്റ് ടാങ്കിൽ ലൈനും കാര്യങ്ങളൊക്കെ അതേമാതിരി കീപ്പ് ചെയ്തുകൊണ്ട് വന്ന വണ്ടിയാണ്. എൻജിനൊക്കെ അതേമാതിരി തന്നെ ബഫ് ചെയ്തിട്ടുള്ള സെൻറ്റർ കേസ് ആ ഒരു ആഷ് കളറിൽ വന്നിട്ടുള്ള വണ്ടിയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത്. അപ്പം അതുമാതിരി തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്, അതിന് കമ്പയർ ചെയ്ത് നോക്കാൻ പോകുന്നത് BS4 സ്റ്റാൻഡേർഡാണ്. BS4 സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ മുകളിൽ ലൈനില്ല, റെട്രോസ്റ്റേ അല്ലാതെ ലൈനിങ് ഇല്ലാതെ ഒരു ടാങ്കിൽ ഒരു സ്റ്റിക്കർ മാത്രം വന്നിട്ടുള്ള മോഡൽ. ആ രണ്ടിൻ്റെയും പെർഫോമൻസ് സെയിം ആണോ എന്നാണ് നോക്കുന്നത് കേട്ടോ. ഈ വണ്ടി എത്രത്തോളം റണ്ണിങ്ങിൽ ഫിറ്റാണെന്നൊന്നും അറിയില്ല. നമ്മുടെ അടുത്ത് വന്ന കംപ്ലയിൻറ്റ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഐഡ്ലിംഗ് വിഷയമായിരുന്നു, അത് ഞാൻ തീർത്തിട്ടുണ്ട്. മീറ്റർ വർക്ക് ചെയ്യേണ്ട ഒന്നും അറിയില്ല, ഓടിച്ചാൽ തന്നെ അറിയുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ഐഡ്ലിംഗ് വിഷയം ഉണ്ടായിരുന്നു, അത് സെൻസർ അഡ്ജസ്റ്റ് ചെയ്ത് തീർത്തു. ആ BS6 ഐഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും വല്ലാതെ പൈസ ഒക്കെ മുടക്കി ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക കേട്ടോ. നമുക്ക് ചെറിയ ചിലവിൽ അത് തീർക്കാവുന്നുള്ളൂ. BS6 സ്റ്റാൻഡേർഡ് ഇതിൻ്റെ വേറെ വിഷയത്തിന് മീറ്റർ വർക്ക് ചെയ്യുന്നില്ല, സോറി. അപ്പോൾ അതിൻ്റെ തന്നെ ടോർക്ക് കാണിക്കാൻ പറ്റില്ല. സ്റ്റാൻഡേർഡിന് ഓൾറെഡി ടോർക്ക് ഉണ്ട് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ലോ ആൻഡ് ടോർക്ക് 10.5 ക്രാങ്ക് വെയിറ്റ് വണ്ടിയാണ് സ്റ്റാൻഡേർഡ് വരുന്നത്. അതെല്ലാ വണ്ടി അങ്ങനെ തന്നെയാണ്. അപ്പം ഇത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വണ്ടി വരുന്നത്. അതിൻ്റെ ഒരു ഡിഫറൻറ്റ് കാർബറേറ്ററും ഫ്യൂൽ ഇഞ്ചക്ഷനും തമ്മിൽ വരുന്ന മാറ്റമാണ് മെയിനായിട്ട് ഇത് നിങ്ങളൊക്കെ പറയുന്നത്. ഓടിക്കുന്ന സമയത്ത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഭയങ്കര റീഫൈൻഡ് ആയിരിക്കും, നല്ല സ്മൂത്ത് ആയിരിക്കും വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു പിടിച്ച് പറയുന്ന വണ്ടിക്ക് ഉണ്ടാവില്ല. പിന്നെ മീറ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്കറിയില്ല എന്ന് മാത്രം. അതായത് സ്പീഡ് ടോർക്ക് കാണിക്കാൻ പറ്റില്ല, സോറി. അടുത്ത വണ്ടിയിൽ കാണിച്ചു തരാം, ഞാൻ അറിയില്ലായിരുന്നു. അതേപോലെ ഞാൻ ആദ്യം വണ്ടി ഇപ്പോൾ കംപ്ലയിൻറ്റ് തീർത്തപ്പോൾ ഒരു വണ്ടി കിട്ടിയപ്പോൾ റിവ്യൂ എടുക്കുന്നത് മാത്രം. നമുക്കെല്ലാ കംപ്ലയിൻറ്റും തീർത്തിട്ട് നമുക്ക് റിവ്യൂ എടുക്കാൻ പറ്റില്ലല്ലോ. അവർ പറയുന്ന കംപ്ലയിൻറ്റിലേ തീർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മീറ്റർ അവർക്ക് വേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് മീറ്റർ നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, BS6 എന്ന വണ്ടി ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന വണ്ടിയാണെങ്കിലും കൂടെ പക്ഷേ ഓടിക്കാൻ നല്ല സ്മൂത്താണ് വണ്ടി. അത് പറയാതിരിക്കാൻ വയ്യ. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ KS ആണെങ്കിലും ES ആണെങ്കിലും സ്റ്റാൻഡേർഡ് KS ES ഒക്കെ സെയിം പെർഫോമൻസ് ആണ് വണ്ടി എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഒരിക്കലും ഒരു പ്രത്യേക കോസ്മാറ്റിക്കൽ ചേഞ്ച് അല്ലാതെ വേറൊരു ചേഞ്ചും എൻജിൻ വൈസോ ടോർക്ക് വൈസോ ക്രാങ്ക് വെയിറ്റ് സംബന്ധമായിട്ട് ഒരു മാറ്റങ്ങളും ഇല്ല. അത് സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിക്കാണ് KS എന്ന് പറയില്ല, ES എന്ന് ഇലക്ട്രിക് സ്റ്റാർട്ട് എന്ന് പറയുന്നത്, ES എന്ന് പറയുന്നത്. അപ്പോൾ അതിലും തന്നെ യാതൊരു മാറ്റവും, അത് ക്രാങ്ക് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു മാറ്റവും ഇല്ല. 3 വണ്ടിയും സെയിം ക്രാങ്ക് വെയിറ്റാണ് BS6 വന്നിരിക്കുന്നത്. അത് അവസാനം വെച്ചിട്ട് ഒരുപാട് മോഡലിൽ കോസ്മാറ്റിക് ചേഞ്ച് വരുത്തിയിട്ട് ഒരു ഡിസ്കണ്ടിന്യൂഡ് നിർത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു വിറ്റൈക്കൽ എന്ന ഒരു ഇതിലേക്ക് പല രീതിയിൽ പല മോഡലിൽ ഇറക്കി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. ഓൾഡ് വൈൻ ന്യൂ ബോട്ടിൽ എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് ഡിസൈനിലൊക്കെ മാറ്റം വരുത്തിയിട്ട് സെയിം എൻജിൻ വിറ്റയച്ചു എന്നുള്ളതാണ്. അപ്പം ഞാനിതിൽ സ്റ്റാൻഡേർഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സ്റ്റാൻഡേർഡ് നല്ല ടോർക്ക് ഇടുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല എന്നുള്ളതായിരുന്നു. ആ ഡിസ്ക് ബ്രേക്ക് എന്നുള്ള സംഗതി പൂർണ്ണമായിട്ടും ഇത് അല്ലാത്തൊരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് BS6 സ്റ്റാൻഡേർഡ് ഇറങ്ങിയതുള്ളത്. മാത്രമല്ല സിംഗിൾ ചാനൽ ABS ഉണ്ട്. കാരണം ഡബിൾ ചാനൽ ABS ആണെങ്കിൽ ബാക്ക് ഡിസ്ക് ബ്രേക്ക് അല്ല, ബാക്ക് ഡിസ്ക് ബ്രേക്ക് അല്ല ഇതിന് വരുന്നത്, ഡ്രം ബ്രേക്കാണ് വരുന്നത്. സിംഗിൾ ചാനൽ ABS ആണ് കൊടുത്തത്. ഡിസ്ക് ബ്രേക്ക് ആകുമ്പോൾ മാത്രമേ ബാക്ക് ഡിസ്ക് ബ്രേക്ക് ആകുമ്പോൾ മാത്രമേ ഡബിൾ ചാനൽ ABS ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്ക് ഫ്ലൂയിഡിലാണത് കൺട്രോൾ ചെയ്യുന്നത്, മെക്കാനിക്കൽ കൺട്രോളിങ് ഇല്ലല്ലോ ABSന്. ഫ്ലൂയിഡ് പമ്പ് ചെയ്യുന്ന അതിലാണ് കൺട്രോളിങ്ങിലാണ് വരിക. അതുകൊണ്ടാണ് ഇത് സിംഗിൾ ചാനൽ ABS ആവുന്നത്. ബാക്ക് ഡിസ്ക് ബ്രേക്കിൽ വണ്ടിക്ക് ഡബിൾ ചാനൽ ABS ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ ലോ ആൻഡ് ടോർക്ക് കാണിക്കുന്നില്ല. പെട്ടെന്ന് ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഈ ഒരു ലോ ആൻഡ് ടോർക്ക് യാതൊരു സംശയമില്ല. 30, 35, 40 സ്പീഡിൽ ടോപ്പ് ഗിയറിൽ പോകുന്ന ഒരു വണ്ടിയാണ്. അത് എത്രത്തോളം കിലോമീറ്റർ ഓടുന്നു
എത്രത്തോളം വണ്ടി എൻജിൻ സെറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ച് കൊണ്ടെടുക്കാൻ പറ്റും സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിൽ. ഇനി അത് തന്നെയാണ് BS4 എന്ന കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ BS4 ആ ഒരു ടാങ്കിൻ്റെ മുകളിൽ ഒരു മോണോഗ്രാം എന്നുള്ള ഒരു ഈ ഒരു കംപ്ലയിൻസ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ ലെവലിൽ വന്നിരുന്നു വണ്ടി കുറച്ച്. അതായത് പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്റ്റിക്കറിന് ഈ ഒരു മോണോഗ്രാമിന് കംപ്ലീറ്റ് നമ്മൾ ക്ലാവ് പിടിച്ചിട്ട് ആ കോട്ടിങ് പോകുക എന്നുള്ളത് കോമൺ കംപ്ലയിൻസ് ആണ്. മാത്രമല്ല അത് നല്ല എക്സ്പെൻസ് 2500 രൂപ എൻ്റെ അടുത്ത് വില വരുന്ന ഒരു സ്റ്റിക്കറാണ് ഈ ഒരു റോയൽ എൻഫീൽഡ് റെട്രോ പഴയ മോഡലിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് വല്ലാതെ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ റോയൽ എൻഫീൽഡ് ഇതിന് BS6 ആണ് വന്നിട്ടുള്ളത്. ആ BS6 തന്നെ BS4 വന്നിട്ടുള്ള സ്റ്റിക്കർ പിന്നെ റോയൽ എൻഫീൽഡ് തന്നെ ഈ ഒരു സ്റ്റിക്കറിലേക്ക് വെറും 140 ചില്ലാനും മാത്രം വിലയുള്ള സ്റ്റിക്കറിലേക്ക് റോയൽ എൻഫീൽഡ് ഇത് മാറ്റി. വില കുറക്കുന്ന ഭാഗമായിട്ടാണോ അതോ 2000 രൂപയിലുള്ള സാധനം വെറും 300 രൂപയാണ് ഒതുക്കി ടാങ്കിൻ്റെ മുകളിൽ എന്ന് പറയാം. വണ്ടിക്ക് വില കുറഞ്ഞൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് BS4 സ്റ്റാൻഡ് 350 എന്നാണ് ഇത് പറയുന്നത്. സ്റ്റാൻഡേർഡ് എന്നുള്ള 350 എന്നാണ്. ABS വരുന്നുണ്ട്, ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ല, കാർബറേറ്റർ ടൈപ്പാണ്. BS4 ആകുമ്പോൾ BS6 നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നിട്ടുള്ളത്. BS4 500 മാത്രമേ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ളൂ. BS4 BS3 500 മാത്രമേ FI വന്നിട്ടുള്ളൂ. ഇത് മീറ്റർ വർക്ക് ചെയ്യുമെന്നറിയില്ല, നോക്കാം നമുക്ക്. ഓക്കെ, ഇത് മീറ്റർ വർക്കിംഗ് ആണ്. അത് BS4 ആണെങ്കിലും നല്ല സ്മൂത്താണ് വണ്ടി. കാരണം അത് സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടിയുള്ളത്, യാതൊരു മാറ്റം അതിൽ വരുത്തിയിട്ടില്ല. എക്സോസ്റ്റ് സൈലൻസറൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. മാത്രമല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 20 കിലോമീറ്റർ എത്തുന്ന ഓട്ടോ 28,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്. അപ്പോൾ അത്ര തന്നെ ഇപ്പോൾ റിഫൈൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FIൻ്റെ അത്ര തന്നെ, അതായത് BS6 വണ്ടിയുടെ അത്ര തന്നെ സ്മൂത്ത് ഈ വണ്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. രണ്ട് വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അത് ചെറിയൊരു വൈബ്രേഷൻ കുറവൊക്കെ ഒരു BS6 ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും. സ്റ്റാൻഡേർഡ് സാധാരണ BS4 കുറച്ച് ഒരു FIൻ്റെ സ്മൂത്ത്നെസ് കൊണ്ട് തന്നെ ഒരു കറക്റ്റ് ശരിയായ അളവിലാണല്ലോ ECM കൺട്രോൾഡ് ആണല്ലോ ശരിക്ക്. നമ്മൾ ECM കൺട്രോൾഡാണ് ശരിക്ക് FI വർക്ക് ചെയ്യുന്നത്, അതായത് ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ സക്ക് ചെയ്തെടുക്കുകയാണല്ലോ. രണ്ട് മാറ്റം ഉണ്ടാവും. ആ ഒരു മാറ്റത്തിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ആ ഒരു ചെറിയ ഒരു സ്മൂത്ത്നെസ്സിലും ഏതൊരു FI വണ്ടി കാർബറേറ്റർ തമ്മിൽ ഏറ്റവും വലിയ ഡിഫറൻറ്റ് തന്നെയാണ് കേട്ടോ. ആ സ്മൂത്ത്നെസ് തന്നെയാണ്. ഇത് ചെറിയ രീതിയിലൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേ വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. വൈബ്രേഷൻ എല്ലാ വണ്ടിക്കും ചെറിയ രീതിയിലുണ്ട്. ട്രഡീഷണൽ എഞ്ചിൻ്റെ ഒരു പോരായ്മ അത് തന്നെയാണ്. അപ്പോൾ അതിന് മോഡേൺ എഞ്ചിൻ എന്നുള്ളതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വൈബ്രേഷൻ കംപ്ലീറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് ജയ സീരീസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലോ ആൻഡ് ഡോർ കാണിച്ചു തരാം. BS4 സ്റ്റാൻഡേർഡിൻ്റെ. പക്ഷേ BS4 സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് സ്റ്റാർട്ട് എന്നുള്ളത് സത്യം ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടൊരു പിന്നെ സംഗതിയാണ് സെൽഫ് സ്റ്റാർട്ട് എന്നുള്ളത്. കാരണം കിക്ക് ചെയ്തൊക്കെ ഒരു വണ്ടി കൊണ്ടെടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നമ്മളെ പോലത്തെ ആളുകൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കിക്ക് ചെയ്ത് എല്ലാ സമയത്തും ട്രാഫിക്കിൽ കടന്ന സമയത്ത് വണ്ടി ഓഫായി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ ഓഫായി കഴിഞ്ഞാൽ രണ്ടാമത് ന്യൂട്രലായി കിക്ക് ചെയ്യാമെന്നൊക്കെ. എന്നാൽ ഇപ്പോൾ കാലികമായിട്ട് പറ്റിയ ഒരു ഇതല്ല, നമുക്ക് കാലത്തിന് യോജിച്ച രീതിയല്ല അത്. കാരണം എല്ലാ വണ്ടിയും കിക്കറെടുത്ത് ഒഴിവാക്കാണ് വണ്ടീൻ്റെ മുകളിൽ നിന്ന്. ഓൺലി സെൽഫ് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം കൺസിഡർ ചെയ്യണം. കാലിൻ്റെ മുട്ടിനോ ജോയിൻറ്റിനോ എന്തെങ്കിലും രീതിയിൽ വേദനയോ വരാൻ സാധ്യതയുള്ളവരെ ഒരു കാരണവശാൽ സ്റ്റാൻഡേർഡ് ഒഴിവാക്കുന്നത് നന്നാവുക. അങ്ങനെ സ്റ്റാൻഡേർഡ് വേണമെന്നുള്ള ആളുകൾക്ക്
പോയിട്ട് പിന്നെ BS6 വണ്ടി നല്ല വണ്ടി നോക്കിയെടുക്കുക കേട്ടോ. BS6 വണ്ടി സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടി, സ്റ്റാൻഡേർഡ് വേണമെന്നുള്ള ജോയിൻറ്റ് പെയിനുള്ള ഒരു കാരണവശാലും സ്റ്റാൻഡേർഡ് ഉപയോഗിക്കരുത്. എന്ത് തന്നെ ആയാലും അതിൻ്റെ കാലിന് ആ ഒരു എഫക്റ്റ് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. അത്രയും ഹെവി വണ്ടിയാണ്. ചില സമയത്ത് സ്മൂത്തായിട്ട് കിക്കർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അതിൻ്റെ പിസ്റ്റൻ്റെ ആ ഒരു പൊസിഷൻ അനുസരിച്ച് നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യും വണ്ടിക്ക്. അപ്പോൾ ആ സമയത്ത് ചവിട്ടി താത്താൻ നോക്കി കഴിഞ്ഞാൽ ഒരു സ്ഥിരമായിട്ട് ആയി കഴിഞ്ഞാൽ കാലിന് വേദന ഉണ്ടാവും. അപ്പോൾ നീ പെയിനുള്ള ഒരു കാരണവശാലും ബാക്ക് പെയിനുള്ള ഒരു കാരണവശാലും സ്റ്റാൻഡേർഡ് കേസോ അല്ലെങ്കിൽ BS6 കേസോ സ്റ്റാൻഡേർഡോ എടുക്കാതൊക്കെ. അവർക്ക് ഏറ്റവും നല്ല ES ആണ്. സ്റ്റാൻഡേർഡ് വേണമെന്നുള്ളവർക്ക് BS6 ES ഉപയോഗിക്കുക കേട്ടോ. നമ്മളിതിൻ്റെ ലോ ആൻഡ് ടോർക്കാണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വണ്ടി എടുക്കുന്നവർക്കും വണ്ടി ഉപയോഗിക്കുന്നവർക്കും, അതായത് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഏത് വണ്ടി സെലക്ട് ചെയ്യണം, നിങ്ങളെ പർപ്പസ് അനുസരിച്ച് വണ്ടി എടുക്കണം എന്നുള്ള ആശയക്കാർക്ക് നല്ല ഒരു ഗൈഡൻസ് തരാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വീഡിയോൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. റോയൽ എൻഫീൽഡ് എടുക്കുന്ന ആളുകൾക്ക് മെയിൻ്റനൻസ് കൂടുതലാണ് ചിന്തിക്കുന്ന ആളുകൾ ഒരിക്കലും റോയൽ എൻഫീൽഡ് എടുക്കരുത്. റോയൽ എൻഫീൽഡ് ഒരു ട്രഡീഷണൽ വണ്ടിയാണ്, ട്രഡീഷണൽ എൻജിൻ കീപ്പ് ചെയ്തുകൊണ്ട് ഇറക്കിയൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ സാധാരണ ഒരു ഹീറോ ഹോണ്ട പിന്നെ ബജാജ് വണ്ടികളുമായിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടുന്ന ആളുകളുണ്ട്. സർവീസും ചെയ്യില്ല, ഓയിലും എപ്പോഴെങ്കിലും 200-300 രൂപ ഓയിൽ മാറ്റിയാലായി, ബ്രേക്ക് ഷൂ ഒന്ന് മാറ്റിയാലായി. അപ്പോൾ ആ ഒരു രീതിയിൽ കൊണ്ടെടുക്കാൻ പറ്റിയൊരു വണ്ടിയല്ല റോയൽ എൻഫീൽഡ്. റോയൽ എൻഫീൽഡ് ഏതൊരു വണ്ടിയാണ് കുറച്ച് കെയർ ചെയ്ത് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നും വരില്ല. ഓവറോൾ മെയിൻ്റനൻസ് വെച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഏതൊരു പുതിയ വണ്ടി, ഏതൊരു ബ്രാൻഡ്, ഹീറോ ഹോണ്ട ആയാലും ബജാജ് ആയാലും ഏതൊരു സുസുക്കി ആയാലും ഏതൊരു വണ്ടിയേക്കാളും ഓവറോൾ മെയിൻ്റനൻസ് കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് നമ്മൾ കാണിക്കുക റോയൽ എൻഫീൽഡ് തന്നെയാണ്. പക്ഷെ നമുക്ക് വൺ ടൈം ചെയ്യുന്ന സമയത്ത് വലിയ ചെറിയൊരു എക്സ്പെൻസ് അധികമായി തോന്നുമെങ്കിലും മറ്റൊരു കമ്പയർ ചെയ്യുമ്പോൾ ലാഭകരം റോയൽ എൻഫീൽഡ് തന്നെയാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ ടോർക്ക് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ്, സർവീസിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്തിട്ട് വരുമ്പോൾ എത്രത്തോളം കുറവാണ് റോയൽ എൻഫീൽഡ് എന്നുള്ള ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിരക്കായതുകൊണ്ടാണ് ചെയ്യാത്തത്. കുറച്ച് സമയം എടുക്കുന്ന വീഡിയോ ആണത്. പിന്നെ ടോർക്ക് നോക്കാം. ഞാനിപ്പോൾ ടോപ്പ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. 30 സ്പീഡിലാണ് വണ്ടി ഓടുന്നത്. യാതൊരു ഇടിപ്പില്ലാതെ വണ്ടി പോകുന്നത്. 30 ഇപ്പോൾ 35 ആയി. ഞാൻ സ്ലോ ഡൗൺ ചെയ്ത് ആക്സിലേറ്റർ ത്രോട്ടിൽ കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ 30ലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് BS4ൻ്റെ പെർഫോമൻസ്. BS6ഉം സെയിം പെർഫോമൻസ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. കുറച്ചുകൂടി റിഫൈൻഡ് ആണ് എന്നുള്ളതാണ് BS6ൻ്റെത്. പക്ഷേ BS4 നല്ല വണ്ടി. ABS എന്നുള്ള ഒരു ഒഴിവാക്കി കഴിഞ്ഞാൽ, ABSൻ്റെ കാര്യത്തിന് ഞാൻ പറയുന്നു, വണ്ടി എടുക്കുന്ന സമയത്ത് ABS മോഡുലേറ്റർ, ABSൻ്റെ ലൈറ്റോ കത്തി നിൽക്കുന്നുണ്ട്. ABS ലൈറ്റ് വണ്ടി എടുക്കുക, പിന്നെ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആകുന്ന സമയത്ത് ABS ലൈറ്റ് തെളിയണം. അതേമാതിരി 5 കിലോമീറ്റർ സ്പീഡ് എത്തി കഴിഞ്ഞാൽ അപ്പോൾ ABS ലൈറ്റ് ഓഫ് ആവണം. ഓഫ് ആവുന്നില്ല എങ്കിൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. കാരണം കൂടുതലായിട്ട് സെൻസർ കംപ്ലയിൻറ്റ്, അതിൻ്റെ കൂടെ തന്നെ മോഡുലേറ്റർ കംപ്ലയിൻറ്റ് വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നുണ്ട്. പിന്നെ BS6 അല്ല സാധാരണ ABS വണ്ടികൾക്ക്. കാരണം അതിൻ്റെ ABSൻ്റെ മോഡുലേറ്ററിൻ്റെ മിസ്പ്ലേസിംഗ് ആണ് പ്രധാനപ്പെട്ട കാരണം. റോയൽ എൻഫീൽഡ് തട്ടിക്കൂട്ട് പരിപാടിയാണ് ABSൻ്റെ മോഡുലേറ്റർ പ്ലേസിങ്ങിൽ വെച്ച് കാണിച്ചു എന്ന് തന്നെ പറയാം. നമ്മൾ വർക്ക് ആൾക്കുന്ന ആളുകളാണെങ്കിലും കൂടി ഒരുപാട് ആളുകൾ ഓരോ കസ്റ്റമേഴ്സിന് വിഷമിപ്പിച്ചൊരു സംഗതിയാണ് ABSൻ്റെ മോഡുലേറ്ററിൻ്റെ കോസ്റ്റ്. 16 രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇതിലത് മാറ്റി വെക്കുക. കാരണം കുറച്ച് ആളുകൾക്ക് താങ്ങാവുന്ന ഒരു വിലയല്ല അത്, ചിലവല്ല ഒരു റോയൽ എൻഫീൽഡ് ഒരു ബുള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ABSൻ്റെ ഉള്ള വണ്ടി എടുക്കുന്ന സമയത്ത് ഇനിയിപ്പം ABS എടുത്തെന്ന് കരുതി നിങ്ങൾക്ക് പ്രശ്നം പേടിക്കാനൊന്നുമില്ല. കാരണം ABS ഇല്ലാതെ വണ്ടി സാറിന് ബ്രേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ സെൻസർ മാത്രമല്ല, ആളുകൾ എടുക്കുന്ന സമയത്ത് ABSൻ്റെ സെൻസറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് പോരരുത്. അത് അവരോട് തീർത്ത് തരാൻ തന്നെ പറയണം. ഒരിക്കലും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ നിൽക്കരുത്. ABSൻ്റെ പ്രശ്നം തീർത്തിൻ്റെ ആ മാർക്കറ്റ് വിലക്ക് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വില കുറച്ച് തന്നെ വണ്ടി വാങ്ങിക്കുക. ABS ഇല്ലയെന്ന് കരുതി നമ്മൾ ഒന്നും സംഭവിക്കാനില്ല. കാരണം അത്ര ഹൈ സ്പീഡിലൊന്നും ബുള്ളറ്റ് ഉപയോഗിക്കുന്നൊന്നും ആ ഒരു എനിക്ക് തോന്നുന്നില്ല. ഒരു ലെജൻഡ് റൈഡേഴ്സ് ഉപയോഗിക്കുന്ന വണ്ടി 60-70 ക്രൂസ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു റോയൽ എൻഫീൽഡ്. ഇതിൻ്റെ ടോർക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈ രണ്ട് വണ്ടികളിൽ BS6 എടുക്കണോ BS4 എടുക്കണോ എന്ന് ഞാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, BS6 കുറച്ച് ഒരു പണി വരുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ ഇലക്ട്രോണിക്സ് പാർട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല അതിന് നമുക്ക് അത്രയും
ഏബിളായിട്ടുള്ള ബേസിക്സ് വെൽ ട്രെയിൻഡ് മെക്കാനിക്സുകൾ മാത്രമേ അതിൻ്റെ പ്രോപ്പറായിട്ട് ഷൂട്ട് ഔട്ട് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിഷയം കൂടി അതിനുണ്ട്. അപ്പം നിങ്ങളുടെ ഏരിയയിൽ BS6 ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് വർക്ക് എടുത്തിട്ട് ഫലിപ്പിക്കാൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ BS6 വണ്ടി എടുക്കാം. നല്ല റിഫൈൻഡാണ് വണ്ടി. പിന്നെ അതുമാതിരി തന്നെ നമ്മൾ കാലിന് നീ പെയിനോ ജോയിൻറ്റ് പെയിനോ എന്തെങ്കിലും ഉള്ള ആളുകൾ ഒരിക്കലും കിക്ക് സ്റ്റാർട്ട് എടുക്കാതെ BS6 വണ്ടി തന്നെ എടുക്കുക കേട്ടോ. അവർക്ക് ES തന്നെ ആയിട്ട് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് വേണമെന്നുള്ളവർക്ക് ES തന്നെ സെലക്ട് ചെയ്യുക. അല്ലാത്തവർ നമ്മൾ BS4 വണ്ടി എടുക്കുക. BS4 ജോയിൻറ്റ് പെയിൻ ഒന്നുമില്ലാത്ത ആളുകൾ കിക്ക് ചെയ്ത് കൊണ്ടുനടക്കാൻ യാതൊരു പ്രശ്നമില്ലാത്ത ആളുകൾ ഏറ്റവും നല്ലത് BS4 ആയിരിക്കും. മെയിൻ്റനൻസ് വൈസ് നോക്കുമ്പോൾ കുറച്ച് സ്മൂത്ത്നെസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗോ ഫോർ BS6. ഇതാണ് 2 വീഡിയോനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.